13,608 കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് സുപ്രീം കോടതി ഇന്ന് അനുമതി നൽകി. അധിക തുകയുടെ കാര്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. സ്യൂട്ട് ഹർജി പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ കേരളത്തോട് ആവശ്യപ്പെട്ടതിനെ സുപ്രീം കോടതി വിമർശിച്ചു. സുപ്രീം കോടതി ഇടപെടലിനെ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ സ്വാഗതം ചെയ്തു. സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് കേരളവും കേന്ദ്രവും നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് ഹർജിയിൽ വിശദമായ വാദം കേൾക്കാൻ കോടതി തയ്യാറായത്. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനാലാണ് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നതെന്ന് ഹർജിയിൽ വാദം തുടങ്ങിയപ്പോൾ തന്നെ കേരളത്തിന്റെ അഭിഭാഷകൻ കപിൽ സിബൽ വാദിച്ചു. കേന്ദ്രത്തോട് പണം സൗജന്യമായി ചോദിക്കുകയല്ല, കടമെടുക്കാനുള്ള അനുമതിയാണ് ആവശ്യപ്പെടുന്നതെന്നും കേരളം വ്യക്തമാക്കി. ഹർജി പിൻവലിക്കാൻ കേന്ദ്രം സമ്മർദ്ദം ചെലുത്തിയതിനെ കോടതി വിമർശിച്ചു. സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സംസ്ഥാനത്തിന്റെ അവകാശം നിഷേധിക്കാനാവില്ലെന്ന് കോടതി. ഹർജി പിൻവലിച്ചാൽ കേന്ദ്രം നൽകാമെന്നറിയിച്ച 13,608 കോടി അർഹതപ്പെട്ട തുകയാണെന്ന് കേരളം പറഞ്ഞു. ഈ തുക കടമെടുക്കാനാണ് സുപ്രീം കോടതി അനുമതി നൽകിയത്. കൂടുതൽ തുകയുടെ കാര്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ ഇരു കക്ഷികളോടും കോടതി നിർദ്ദേശിച്ചു. വിധി സ്വാഗതം ചെയ്യുന്നുവെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. നമ്മുടെ സംസ്ഥാനത്തിന് ഈ മാർച്ച് വരെ കിട്ടേണ്ട പണത്തിന്റെ ഉൾപ്പെടെ പ്രശ്നമുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് കോടതി പറഞ്ഞു വളരെ ശുഭകരമായ കാര്യമായിട്ട് കാണുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഇതിനൊരു വിവാദം ഉണ്ടാവാനും മറ്റു തർക്കങ്ങളൊന്നുമില്ല. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തിൽ തർക്കങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ല. കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ കാര്യം തന്നെയാണ് ഏത് സമയത്തും കേരളം പറയുന്നത്. 13,600 കോടി ഈ വർഷം തന്നെ കടമെടുക്കുന്നതിന് കേസ് തടസ്സമാകരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, കെ.വി. വിശ്വനാഥ് എന്നിവരുടെ ബെഞ്ചാണ് കേരളത്തിന്റെ ഹർജി പരിഗണിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇപ്പോഴും പരിഹാരത്തിനായി സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ചർച്ചയുടെ വഴിയാണ്. അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നാണ് ഇനി കാത്തിരിക്കേണ്ടത്. ആർ. അച്യുതൻ, 24, ഡൽഹി. അങ്ങനെ കേരളം ഈ വിഷയത്തിൽ കേന്ദ്രത്തിന്റെ സമീപനത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. അത് ഫലം കണ്ടിരിക്കുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് 13,608 കോടി രൂപയുടെ കടമെടുപ്പിന് കോടതി ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഇടപെടൽ കേരളത്തിന് ആശ്വാസമോ? പൊതുജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. ജനങ്ങൾ കഷ്ടപ്പെടുന്നു, ശമ്പളമില്ല, പെൻഷനില്ലാതെ അങ്ങനെ കഷ്ടപ്പെടുന്നു. ജനങ്ങളെ വളരെയധികം കഷ്ടപ്പെടുന്നു. എന്തുമാത്രം ജനങ്ങൾ മരിക്കുന്നു. ഈ ആശ്രയം വെച്ച് ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അവർക്കൊന്നും യാതൊരു ലക്ഷ്യമില്ലാത്ത ജീവിതത്തിലായി. നമുക്ക് അറിഞ്ഞൂടാ, അതിനെപ്പറ്റി ഒന്നും നമുക്ക് അറിഞ്ഞൂടല്ല. അപ്പോൾ തൽക്കാലം ആശ്വാസമായിരിക്കും. ഇതൊക്കെ തൽക്കാലത്തേക്ക് മാറി. കടം എങ്ങനെ വീട്ടും? കടം വാങ്ങിച്ചപ്പോൾ കൊടുക്കണ്ടേ? അപ്പോൾ അതിനുള്ള സോഴ്സ് വേണ്ടേ? അതിൻ്റെ സോഴ്സ് ഇല്ലല്ലോ. കടം വാങ്ങിച്ച് കൂട്ടിയാൽ പിന്നെ ഇങ്ങനെ കുന്നുപോലെ കൂടും. പിന്നെ കാരണം എല്ലാവരും നമ്മുടെ ഇടത്തുണ്ട്. കടം വാങ്ങിച്ച് പോയാൽ പിന്നെ നമുക്ക് കുത്താൻ തുണി പോലും ഇല്ലാതാ. ശരിക്കും ഞാൻ ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നു. കാര്യം വേറൊന്നുമല്ല, കേന്ദ്രത്തിന് സഹായം ഉണ്ടെങ്കിലല്ലേ കേരളത്തിന് എന്തെങ്കിലും ആകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വിധിയെ അനുകൂലിക്കുക. കേരളത്തിന് കടമെടുക്കാൻ അനുമതി കൂടുതൽ പൈസ എടുത്തോളാൻ പറഞ്ഞിട്ടുള്ളത് കേരളത്തിന് വളരെ ആശ്വാസമാണ്. കാര്യം ഇവിടെ പെൻഷൻ പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകൾ ബുദ്ധിമുട്ടാണ്. കേരളത്തിന് പൈസ ഇല്ല, വളരെ ആശ്വാസകരമാണ്. അപ്പോൾ പൊതുജനങ്ങളുടെ പ്രതികരണങ്ങൾ ആ വിഷയത്തിൽ അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്.